സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ CPM-നും BJP-ക്കും വീണ് കിട്ടിയ തുറുപ്പുചീട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ്. എന്നാൽ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നിരത്താൻ സാധിക്കാതെ വന്നതോടെ വന്ന വഴിയെ തിരിച്ചുപോയി. കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും വെട്ടിലാക്കാൻ ഇടതുപക്ഷം പയറ്റുന്ന തന്ത്രങ്ങളിൽ നിന്ന് തല നിവർത്തി നിന്ന് പോരാടാൻ കോൺഗ്രസിനായി. രാഹുലിന്റെ MLA സ്ഥാനം വരെ രാജിവെപ്പിക്കാൻ നേതൃത്വം ആലോചിച്ചിരുന്നു. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളുള്ളപ്പോൾ ഇതിന്റെ ആവശ്യമില്ലെന്ന വിദഗ്ധ ഉപദേശമാണ് നേതൃത്വത്തിന് ലഭിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഊതിപ്പെരുപ്പിച്ച് സോഷ്യൽ മീഡിയ വഴിയും വാർത്താ മാധ്യമം വഴിയും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മുതിർന്ന നേതാക്കളുടെ സമയോചിത ഇടപെടൽ കോൺഗ്രസിന്റെ മുഖച്ഛായ രക്ഷിച്ചുവെന്ന് പറയാം. രാഹുലിനെ അങ്ങനെ പാലക്കാട് കടത്താനാകില്ലെന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ MLA സ്വീകരിച്ചത്. അതിനൊരു കാരണവുമുണ്ട്. കടുത്ത പോരാട്ടത്തിലൂടെ പിടിച്ചെടുത്ത സീറ്റാണിത്. അത് നഷ്ടപ്പെടുത്തരുതെന്നാണ് ഷാഫി പറമ്പിലിന്റെ അഭിപ്രായം. MLA-യെ പാലക്കാട് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കാട്ടി ഷാഫി പറമ്പിൽ MLA-യുടെ നേതൃത്വത്തിൽ പാലക്കാട് വെള്ളിയാഴ്ച യോഗം ചേർന്നിരുന്നു. പൂർണ്ണ പിന്തുണ നൽകാനാണ് യോഗം തീരുമാനമെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിറഞ്ഞു നിന്നാൽ മാത്രമേ മങ്ങിയ പ്രതാപം വീണ്ടെടുക്കാനാകുമെന്നാണ് നേതാക്കളുടെ നിലപാട്. രാഹുലിന്റെ വിഷയത്തിൽ പ്രശ്നപരിഹാര മാർഗം നിർദ്ദേശിച്ചതും ഷാഫിയാണ്. അതുകൂടാതെ രാഹുലിനെതിരായ പ്രശ്നത്തിൽ അബിൻ വർക്കിയാണെന്ന പ്രചരണവും നേതൃത്വം തള്ളിക്കളഞ്ഞു. രാഹുലിനെതിരെ പ്രവർത്തിച്ചത് അബിനും സംഘവുമാണെന്ന പ്രചരണം ശക്തമാക്കാൻ ചില കുബുദ്ധികൾ ശ്രമിച്ചെങ്കിലും പാളിപ്പോയി. അബിൻ വർക്കിക്ക് ദേശീയ പദവി നൽകാൻ നേതൃത്വം തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ്, അല്ലാതെ രാഹുലിനെതിരെ പ്രചാരണം നടത്തിയിട്ടല്ല. അബിൻ വർക്കിയെ ബാഹുബലിയിലെ കട്ടപ്പയായി ചിത്രീകരിച്ച് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ അബിനെ അനുകൂലിക്കുന്നവർ രംഗത്ത് വന്നിരുന്നു. വിഷയം ഏതാണ്ട് കെട്ടടങ്ങിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തിരക്കിലാണ് നേതാക്കൾ. തിരഞ്ഞെടുപ്പ് വേളയിൽ വരുന്ന ആരോപണങ്ങൾ മാത്രമായി കാണാനാണ് നേതാക്കൾ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. BJP-ക്കും കോൺഗ്രസ് ചുട്ട മറുപടി നൽകി കഴിഞ്ഞു. ഉന്നാവ് കേസും ബ്രിജ്ഭൂഷൺ കേസും പറഞ്ഞാണ് BJP-യുടെ നാവ് കോൺഗ്രസ് കൊട്ടിയടച്ചത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.